സൗത്ത് ഹംപിയിൽ ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ. രാവിലെ തന്നെ ഹംപിയിലെത്തി ഒരു 2 വീലർ റെന്റിനെടുത്തായിരുന്നു നമ്മുടെ യാത്ര. ആദ്യത്തേത് വിരുപക്ഷ ടെമ്പിൾ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ഒരു ക്ഷേത്രം. ഈ ഒരൊറ്റ പുരാതന ക്ഷേത്രത്തിൽ മാത്രമേ ഇന്നും നിത്യപൂജയുള്ളൂ. അടുത്തത് ലക്ഷ്മി നരസിംഹ ടെമ്പിൾ. ഹംപിയിലെ തന്നെ ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ഏറ്റവും വലിയ വിഗ്രഹം ഇവിടത്തേതാണ്. അടുത്തത് ബഡാവലിംഗ. നരസിംഹ പ്രതിമയുടെ തൊട്ടടുത്ത് 3 മീറ്റർ ഉയരമുള്ള ഒരു ശിവലിംഗമുണ്ട്. ഈ ശിവലിംഗം എപ്പോഴും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഉച്ചഭക്ഷണത്തിനായിട്ട് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കുറച്ച് ചേച്ചിമാർ നിൽക്കുന്നുണ്ടാവും. വീട്ടിലുണ്ടാക്കുന്ന രീതിക്കുള്ള ഫുഡാണ് കേട്ടോ ഇത്. അടുത്തത് അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ. ഭൂനിരപ്പിൽ നിന്നും താഴ്ന്ന നിലയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ശ്രീകോവിൽ വർഷം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. അടുത്തത് ലോട്ടസ് മഹൽ. വിജയനഗര സാമ്രാജ്യത്തിലെ രാജ്ഞിമാർക്ക് വിശ്രമിക്കാനും വിനോദത്തിനുമായി നിർമ്മിച്ചതാണ് ഈ ഒരു കൊട്ടാരം. അടുത്തത് എലിഫന്റ് സ്റ്റേബിൾ. വിജയനഗര സാമ്രാജ്യത്തിലെ രാജകീയ ആനകളെ പാർപ്പിക്കാനായി നിർമ്മിച്ചതായിരുന്നു ഈ കെട്ടിടം. അടുത്തത് മഹാനവമി ഡിബ്ബ. നവരാത്രി കാലത്തും അതുപോലെ പരേഡും ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് രാജാവ് സിംഹാസനത്തിലിരുന്ന് ആഘോഷങ്ങൾ കണ്ടിരുന്ന സ്ഥലം. അടുത്തത് പുഷ്കരണി. പൂജകൾക്കും മറ്റ് രാജകീയ ആവശ്യങ്ങൾക്കുമാണ് ഈ കുളം ഉപയോഗിച്ചിരുന്നത്. അടുത്തത് ക്യൂൻസ് ബാത്ത്. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരും രാജ്ഞിമാരും കുളിക്കാനായി ഉപയോഗിച്ചിരുന്ന പ്രൈവറ്റ് ബാത്റൂമാണിത്. അടുത്തത് വിജയവിതള ടെമ്പിൾ. ഇവിടേക്ക് നടന്നോ അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് ഇതുപോലുള്ള വാഹനത്തിലോ പോവാം. മ്യൂസിക്കൽ പില്ലേഴ്സും അതുപോലെ 50 രൂപ നോട്ടിൻ്റെ ബാക്കിലുള്ള സ്റ്റോൺ ചാരിയറ്റുമാണ് ഇവിടുത്തെ പ്രത്യേകത. ഒടുവിൽ ഒരു നല്ല ഭംഗിയുള്ള സൺസെറ്റ് ഇവിടെ നിന്ന് തന്നെ കണ്ടിട്ട് ഇന്നത്തെ ദിവസത്തെ യാത്രകൾ അവസാനിപ്പിക്കാം.